ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വൈഫും കുട്ടികളൊക്കെ കൂടിയിട്ട് ഇന്ന് അവരുടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന ആ ടീമിലത്തെ എല്ലാവരും ചേർന്നിട്ട് ഒരു സംഗമം, കുടുംബ സംഗമം പോലെ ഒരു ചെറിയൊരു പരിപാടി നടത്തി. എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി ജോക്ക് ഫാമിലിയിലേക്ക് വന്നിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യമൊരു ക്ഷമാപണം നടത്തുന്നു. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കാലമായി വീഡിയോ എടുത്തിട്ടെന്നുള്ളത് സത്യം. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലില്ല. പ്രോഗ്രാമിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വിദേശത്ത് വന്നിരുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയുക, കമൻറ്റ് ചെയ്യുക. കാരണം ജോക്ക് ഫാമിലിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയിൽ ഇപ്പോഴും നമുക്ക് പേഴ്സണൽ മെസ്സേജ് വരെ ചെയ്യുന്നുണ്ട്, എന്താണ് നിങ്ങളിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ കാരണങ്ങളൊന്നുമില്ല. കാരണം പിന്നെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുട്ടികളുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിലുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പം അത് ഒരവസ്ഥ. പിന്നെ അപ്പോൾ അവർ ഫാമിലി ആയിട്ട് നമ്മൾ എടുക്കുന്നൊരു വീഡിയോയുടെ ഒരു സംഭവം നമുക്ക് കിട്ടില്ലല്ലോ. അങ്ങനെയുള്ളൊരു വിഷമമുണ്ട്. എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും ഇൻഷാ അല്ലാ. പിന്നെ മക്കളോട് വീഡിയോസുകളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇനി വരും വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും സുഖമാണ്, അൽഹംദുലില്ലാ. പിന്നെ ഇപ്പോൾ ഇതിനേക്കാൾ സുഖം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വൈഫും കുട്ടികളൊക്കെ കൂടിയിട്ട് ഇന്ന് അവരുടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന ആ ടീമിലത്തെ എല്ലാവരും ചേർന്നിട്ട് ഒരു സംഗമം, കുടുംബ സംഗമം പോലെ ഒരു ചെറിയൊരു പരിപാടി നടത്തിയവർ. അപ്പോൾ വൈഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോദിച്ചു, നിൻ്റെ ഇക്കാനെ കണ്ടില്ലല്ലോ, കേട്ടില്ലല്ലോ എന്നുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ വീഡിയോ ചെയ്യണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കംപ്ലൈൻറ്റുകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു കാരണം, അത് പെട്ടെന്നൊരു പ്രചോദനം ഉണ്ടാവാനുള്ള കാരണം അത്. പിന്നെ അവൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു ദിവസം വൈകിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് പോയി അത്യാവശ്യം വയറ് നിറച്ച് തിന്ന് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഉച്ച സമയത്തൊക്കെ വിളിച്ചതിൽ ഫോൺ എടുക്കാനും നേരമില്ല. മറ്റേ വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അവർക്ക് സംസാരിക്കാൻ നേരമില്ല. ഞാനും പിന്നെ എൻജോയ് ചെയ്യട്ടെന്ന് ഞാനും വിചാരിച്ചു. കാരണം അവർക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു അവസരമാണല്ലോ. അപ്പോൾ അത് എൻ്റെ രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ ക്രിസ്മസ് പരിപാടികളൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടികൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഇവിടെ നടക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അടുത്ത് തന്നെ ഒരു സംഭവം വയ്ക്കുന്നുണ്ട്. എല്ലാവരും ചേർന്നിട്ട് നൈറ്റിൽ ഒരു കൂടിക്കാഴ്ച ഒരു ദിവസം നൈറ്റ് ഒരു വീട്ടിൽ തങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അവരെല്ലാവരും കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങുമ്പോൾ അവർക്ക് സേഫ്റ്റി ആയിട്ട് ആര് ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവരെ ഇത്. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ വിഷമം അങ്ങനെ എന്നോട് രസന പറഞ്ഞു, അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. ഞങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഇവർ ലേഡീസ് മാത്രമാണല്ലോ, അപ്പോൾ അവർക്ക് സേഫ്റ്റി ആയിട്ട് ആരിയ്ക്കും എന്നുള്ളൊരു വിഷമമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടി ഞാൻ രസനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രസന പറയണത്, ആ പറഞ്ഞ മറുപടി ഞാൻ ഇപ്പോൾ ഇവിടെ പറയില്ല. ഞാൻ പറഞ്ഞ കാര്യവും അവൾ പറഞ്ഞ കാര്യവും ഞാൻ പറയാം. പക്ഷെ അത് പറയണമെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. ആ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അത് ആ കാര്യം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, എന്താണെന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ നാളെ തന്നെ അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് ക്രിസ്മസും പുതുവത്സരാശംസകളും മുൻകൂട്ടി നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഓക്കെ, നാളെ ഇൻഷാ അല്ലാ, നാളെ നമുക്ക് ഈ സമയത്ത് അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഒരു ദിവസത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.